ഹായ് ഓൾ, സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 PSC നടത്തിയ വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് PR ശ്രീജേഷ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി വന്നത് കൊല്ലം. യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോ പട്ടികയിൽ വന്ന സാഹിത്യ നഗരമാണ് കോഴിക്കോട്. റീസെൻ്റായിട്ട് വന്ന ഗുരുവായൂർ ദിവസം എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷമാണ് 2023. 2024 ഇന്റർനാഷണൽ ഇയർ ഓഫ് കെമലേറ്റ്സ് ഒട്ടകവർഷം. 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് ഹിമാനികളുടെ വർഷം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ. അദ്ദേഹം ജനിച്ചത് 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ, കേരള ഹെമിംഗ്വേ ഗൃഹാതുരത്വത്തിൻ്റെ കഥാകാരൻ. തൂലികാനാമം K. സരള. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. ആദ്യത്തെ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മൺതരികൾ. ആദ്യമായി പുസ്തക രൂപത്തിൽ ഇറക്കിയ നോവലാണ് നാലുകെട്ട്. കേരള സാഹിത്യ അക്കാദമി നാലുകെട്ടിന് കിട്ടിയ വർഷം 1958. നാലുകെട്ട് 58. ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം. ഈ നിർമാല്യത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച വർഷം 1973. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് കാലം. വർഷം 1970. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി രണ്ടാം ഊഴം. വർഷം 1985. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് 4 തവണ ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് സിനിമകൾ? ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം. ജ്ഞാനപീഠം ലഭിച്ച വർഷം 1995. 2005 പത്മഭൂഷൺ. 2011 എഴുത്തച്ഛൻ അവാർഡ്. 2013 JC ഡാനിൽ പുരസ്കാരം. 2022 പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2025 മരണാനന്തര ബഹുമതി അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു. അദ്ദേഹം അന്തരിച്ച വർഷം 2024 ഡിസംബർ 25. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഡൗട്ട് വരരുത്, ഗോവയായിട്ട് കൺഫ്യൂഷൻ വരരുത്. 1961 ഗോവ ഇന്ത്യയുടെ ഭാഗമാകുമ്പോഴേ ഗോവയ്ക്ക് യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഗോവയ്ക്കും ഉത്തരാഖണ്ഡിനുമാണ് യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ളത്. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാട്ട് പട്ടണം എവിടെയാണെന്ന് ചോദിച്ചാൽ മേഘാലയ. ബെർണിഹാട്ട് പട്ടണം മേഘാലയ. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു? നാസ. നാൻസി, നാസ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ്. കിതൂർ, കാസർഗോഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.